അറിഞ്ഞ അച്ഛൻ വേണ്ട അനിയൻ ചെറുക്കനെ ബ്രഹ്മചാരിയാക്കാൻ വേണ്ടി പോകണം. അവനെ കളക്ടർ ആക്കാൻ ചിലപ്പോ പറ്റുമായിരിക്കും, പക്ഷെ ഇത് നടക്കൂല. എന്തോ പക്ഷെ കല്യാണം കഴിച്ചാൽ വീട്ടിൻ്റെ അകത്ത് കയറ്റില്ലെന്നാണ് അച്ഛൻ പറയണത്. ആ ചെറുക്ക അവിടെ കിടന്ന് കരയണുണ്ട്. അയ്യോ, അളിയനും പൈങ്കിളിയും കൂടെ അച്ഛന്റെ ഭക്തി നിർത്തിക്കാനുള്ള മണ്ട ഐഡിയ ആലോചിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കും മനസ്സിലായില്ല. ആ ഇതിന് കള്ളഭക്തി എന്ന് പറയും. കുറച്ച് നാളത്തേക്ക് ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഭക്തി. എന്ത് കാര്യം സാധിക്കാൻ വേണ്ടി? അതെന്താ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ല അച്ഛാ, ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പറഞ്ഞത് ഉള്ളതാണോ അച്ഛാ? ആ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ കുറച്ച് നാളത്തേക്ക് സഹകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അയ്യാ, ആ വക കുറച്ച് പൈസ ലാഭിക്കാലോ. അങ്ങനെയല്ല, അല്ല അതുവഴി ചിലപ്പോ എന്തെങ്കിലും ഒരു ഐശ്വര്യം വന്നാലോ. അച്ഛനല്ലേ പറഞ്ഞ അച്ഛൻ ഈ വക കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് നാളെ പറഞ്ഞു. അത് ചില സമയത്ത് നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോവും. ഓ, നേരത്തെ പറഞ്ഞ പോലെ കള്ളഭക്തി അല്ലേ മക്കൾ? അത് വേറെ ഇത് വേറെ. നിങ്ങളുടെ പേര് ഉറങ്ങിയില്ലേ? ചെല്ലേ എന്തിനാ പ്രാർത്ഥിച്ചിട്ടാ കിടന്നുറങ്ങണം കേട്ടോ. പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം. മോനെ ഉത്തമ, നീ ഈ വീട്ടിലെ മൂത്ത മോണെന്ന സ്ഥിതിക്ക് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. സന്യസിക്കാൻ അടി പറയണ്ട അച്ഛാ, നടക്കില്ല. അയ്യോ അതൊന്നുമല്ല, ഈ ചരട് നിന്റെ അരയിലോട്ടാൻ കെട്ടിയാ മതി. നീ എന്തിനാ വെച്ചൊന്ന് ചിരിക്കുന്നത്? കെട്ടിക്കോ. ആ അവള് സമ്മതിച്ചു, ഇനി കെട്ടാം. എന്റെ എളിയിൽ ചരട് കേട്ടാ ഞാനാണ് അനുവാദം തരേണ്ടത്. നീ ഒന്ന് അടങ്ങി നിൽക്കാം അവിടെ. എന്തോന്ന് വെച്ചാ? എന്തിന്? ഇട ഇത് ഞാൻ പ്രത്യേകം പൂജിച്ചെടുത്ത ചരടാണ്. ഇത് നിന്റെ അരയെ കെട്ടിയാലേ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കൂ. എന്തോന്ന് ഉദ്ദേശിച്ച കാര്യം? അയ്യോ അതൊന്നും പുറത്ത് പറയാൻ പാടില്ല. പുറത്ത് പറഞ്ഞാൽ ഇതിന്റെ ഫലം അങ്ങ് പോവും. നീ അങ്ങോട്ട് അടങ്ങി നിൽക്കി. അല്ല അച്ഛൻ ഭക്തനാവണേന് ഞാൻ ഇളിയിൽ ചരട് കേട്ടേണ്ട കാര്യം എന്താണെന്ന് പറയണം. എടാ അതൊക്കെ ഒരു ടെക്നിക്കാണെന്ന്. ടെക്നിക്കാ? നീ ചരട് കെട്ടാൻ സമ്മതിക്കുന്നുണ്ടോ? ഞാൻ അമ്മയെ വിളിക്കണോ? അമ്മ അച്ഛമ്മ വിളിക്കണ്ട, ഞാൻ കെട്ടിക്കോളാം. തരണം, തരണം. അയ്യോ നീ കെട്ടിയാ പോരാ, ഇത് പൂജിച്ച ആള് തന്നെ അരകിലോട്ട് കെട്ടണം. പിന്നെ കെട്ടണം. അല്ല കെട്ടണം. ആ അടങ്ങി നിൽക്കി. ഭഗവാനേ, അടിപൊളി. നിങ്ങൾക്കിനി വല്ല ബ്രഹ്മചര്യം? സ്വാമി ഉത്തമാനന്ദ. പയ്യാവോ വീണോ? കൊച്ചിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കണം. അപ്പച്ചി വാടി വായോ, മാമന്നാണ്ട് ദേഹത്തിലോ തുടങ്ങിയേ. മണി അടിച്ചതുള്ളൂ ഉണർത്താൻ വേണ്ടിട്ട്. മാമന് മണി അടിക്കണേ, മാമൻ പോയി ഐസ്ക്രീം അല്ലേ വെക്കാൻ പോകണം. ബഹളം വയ്ക്കാതെ ഒന്നും പറ്റില്ലല്ലോ. ഒന്നും പറ്റില്ല. തടവി വിട്ടാ മതി. തടവി വിട്ടാ മതി. ഞാൻ അങ്ങോട്ട്. അയ്യോ പൊട്ടി പൊട്ടി പൊട്ടി. ഞാൻ നോക്കട്ടെ. ചോരയൊന്നും വരുന്നില്ലല്ലോ. ഓഹോ, ഇത് തള്ളിയിട്ടതും പോലെ ഇപ്പൊ മാമ മുടന്ന് ഞാൻ കൂടെ പറയണം. കുഴപ്പമൊന്നുമില്ല. എന്തുവാടി അത് പിന്നെ അപ്പച്ചി എന്താണെന്നറിയാമോ, അവളെ നെറ്റിയിലെ സൗന്ദര്യം ആരും കാണാൻ. എന്റെ പൊന്നപ്പച്ചി അവളെ നെറ്റി പൊട്ടി 5 പൊളന്ന് രക്തം ചാടണത്. അമ്മ ഞാൻ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുമായിരുന്നു. ഇങ്ങോട്ടിരുന്നപ്പോ അച്ഛൻ എന്റെ ചെവിയിൽ കിടന്നു മണി അടിച്ച് ഞാൻ ഉരുണ്ട് പഠിച്ച് താഴെ വീണ് എന്റെ നെറ്റി പൊട്ടിയാ. ഞാൻ മണി അടിച്ചത് ഐശ്വര്യം വരാൻ വേണ്ടിട്ടാ. ഓ ഐശ്വര്യം വരെ. എന്റെ അപ്പച്ചി ഇതുപോലെ പോകണമെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടോ. എടി ഭയങ്കര നീ ഇതുപോലെ പൊത്തി വെച്ചുകൊണ്ട് പോയിട്ട് പല്ലും തേച്ച് കുളിച്ചിട്ട് പോവാം. നമുക്ക് അതുപോലെ പോയി ആശുപത്രി പോയി വെച്ച് കെട്ടിക്കൊണ്ട് വരാം. മുറിവുണ്ടോ? പിന്നല്ലോ പൊളന്ന് തല. എടി മുറിവൊന്നുമില്ല, അവര് ചുമ്മാ പറയുന്നതാ. ഇന്ന് വീട്ടിൽ ഞാൻ ചില രഹസ്യങ്ങളൊക്കെ പബ്ലിക് ആക്കും, ഉറപ്പാണ്. ആ